8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകൊണ്ട്. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിൽ നിലമ്പൂർ പാത്തിപ്പാറയിൽ കോൺക്രീറ്റ് റോഡിന്റെ ഒരു ഭാഗം തോട്ടിലേക്ക് ഇടിഞ്ഞു വീണു. 15ഓളം കുടുംബങ്ങളുടെ ഏക ആശ്രയമാണ് ഈ റോഡ്. തോട് കയ്യേറ്റമാണ് റോഡ് തകർച്ചയ്ക്ക് ഇടയാക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിലാണ് റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞത്. പ്രായമായവരും കിടപ്പുരോഗികളും പ്രത്യേക പരിഗണന അർഹിക്കുന്നവരും ഉൾപ്പെടെ 15ഓളം കുടുംബങ്ങളുടെ ഏക ആശ്രയമാണ് ഈ റോഡ്. കോൺക്രീറ്റ് ചെയ്ത റോഡിനോട് ചേർന്നുള്ള ഭാഗമാണ് തോട്ടിലേക്ക് ഒലിച്ചിറങ്ങിയത്. മഴ വീണ്ടും ശക്തമായാൽ റോഡ് പൂർണ്ണമായും തകരുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ പാത്തിപ്പാറ 13ാം ഡിവിഷൻ സ്ഥിതി ചെയ്യുന്ന പാത്തിപ്പാറയിലാണ് ഈ ഒരു ദാരുണ സംഭവം സംഭവിച്ചിട്ടുള്ളത്. 8-10 കുടുംബങ്ങളോളം താമസിക്കുന്ന ഏരിയയിലേക്കുള്ള വഴിമാർഗ്ഗമാണ്. ഹോസ്പിറ്റലിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും വീടുകളിലേക്കും പോകുന്ന വഴിയുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഈ പ്രദേശത്ത് ഒരു 10-15 വീടുകളുണ്ട്. അതിൽ പല വീടുകളിൽ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടവർ, പിന്നെ അരക്ക് കീഴ്പ്പെട്ട് സ്വാധീനം ഇല്ലാത്തവർ, അതുപോലെ കിടപ്പ് രോഗികൾ. നിലവിൽ ഇപ്പം തന്നെ ഇവിടെ കിടപ്പ് രോഗികൾ 2-3 പേരുണ്ട്. അതുപോലെ അരക്ക് കീഴ്പ്പെട്ട് സ്വാധീനം ഇല്ലാത്തവരുണ്ട്, പിന്നെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ട്. അവർക്ക് ഏക ആശ്രയമാണ് ഈ റോഡ്. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കരിമ്പുഴയിൽ നിന്ന് 1.5 കിലോമീറ്റർ ഇപ്പുറം പാത്തിപ്പാറ വാർഡിൻ്റെ എൻഡ്, പാത്തിപ്പാറ 13ാം വാർഡിൻ്റെ എൻഡിലാണ്. അവിടുന്ന് മുതിരിത്തോടിന് സമാനമായിട്ട് ചാരി വന്ന് ഒരു 10-15 വീടുകൾ ആശ്രയിക്കുന്ന ഏക റോഡാണിത്. ഇവിടേക്കുള്ള ഏക ആശ്രയം ഈ റോഡാണ്. അതിലെ അവസ്ഥയാണ് ഇപ്പോൾ. മിനിഞ്ഞാന്നത്തെ വെള്ളപ്പൊക്കത്തിന് സംഭവിച്ചതാണ്. ഇനിയും ഒരു നല്ലൊരു മഴക്കെടുതി കൂടെ ഉണ്ടായാൽ ഈ റോഡ് തന്നെ ഇല്ലാതാകുന്നിടത്തേക്കാണ് പോക്ക്. അപ്പം അതിന് മുന്നോടിയായിട്ട് നഗരസഭയുടെയും മുനിസിപ്പാലിറ്റിയുടെയും ഭാഗത്ത് നിന്നുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് ഈ ഇടിവ് സംഭവിക്കാതെ ഈ റോഡിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ളൊരു കെട്ട് ഇതുവഴി അനുവദിക്കണമെന്നുള്ളതാണ് നഗരസഭയോട് നമുക്ക് പറയാനുള്ളത്. തോട് കയ്യേറ്റമാണ് റോഡ് തകർച്ചയ്ക്കിടയാക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. നഗരസഭയിലെ 6 വാർഡുകളിലൂടെ ഒഴുകുന്ന തോടിൽ കയ്യേറ്റം വ്യാപകമാണെന്ന് കാണിച്ച് നാട്ടുകാർ നേരത്തെ റവന്യൂ മന്ത്രിക്കും നഗരസഭയ്ക്കും മറ്റും പരാതി നൽകിയിരുന്നു. MLAയും നഗരസഭയും ഉൾപ്പെടെ അധികൃതർ പ്രശ്നം ഗൗരവമായി കാണണമെന്നും റോഡ് സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഇത് സംബന്ധിച്ച് നഗരസഭയ്ക്കും MLAയ്ക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. നിലമ്പൂരിലെ തോട് കയ്യേറ്റം തിരിച്ചുപിടിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നുമില്ല. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ. സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനിറിയ സമ്മാനങ്ങൾ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ 7012 945 198.